ഒരു മിനിറ്റ് എങ്കിലും ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. എന്ത് തോന്നുന്നു? ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. ഈ മതം വിറ്റ് ജീവിക്കുന്ന കുറേ മതപണ്ഡിതന്മാരുണ്ട്. ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ആദില നൂറ എന്ന് പറയുന്ന 2 വ്യക്തികൾ ഈ ബിഗ് ബോസിലുണ്ട് എന്നറിഞ്ഞത് മുതൽ ആ സമയം മുതൽ 3 മാസത്തേക്ക് ഇവരുടെ ഒരു വിഷയം, അല്ലെങ്കിൽ ഈ മതപണ്ഡിതന്മാരുടെ വിഷയം എന്ന് പറയുന്നത് ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളായിരുന്നു. അവരെ കണ്ടുപിടിക്കരുത്, അവരുടെ ഭാഗം ചിന്തിക്കരുത്, ബിഗ് ബോസ് കാണരുത്, ബ്ലാ 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 ബ്ലാ. ഇതായിരുന്നു ഒരു 3 മാസത്തേക്ക് ഇവരുടെ പ്രസംഗം. ഞാനും കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുപോലെ ചില ആൾക്കാരുണ്ട്, ഈ ബിസിനസ്സിൽ മതം കൂടെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് അറിയും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ചില ആൾക്കാരെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം അപമാനിച്ച് വിടുന്ന ചില ആൾക്കാർ. അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യക്തി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ആദില നൂറ എന്ന് പറയുന്ന 2 വ്യക്തികളെ ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനിലേക്ക് വിളിക്കുകയും ഈ ആദിലയും നൂറയും അവിടെ ചെല്ലുകയും ഇദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഫുഡ് കഴിക്കുകയും തിരിച്ച് വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയാവണം, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പത്രികയാണ്. ചർച്ചയായി ഇങ്ങനെ എയറിലല്ല ശൂന്യാകാശത്ത് പോയി അവിടെ ഇരിക്കട്ടെ കുറച്ച് കാലം. അമ്മാതിരി കയ്യിലിരിപ്പാണ് ഇദ്ദേഹം കാണിച്ചേക്കുന്നത്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലേക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളെ സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തം മക്കളെ കിടപ്പുമുറിയിലേക്ക് വിളിച്ച തന്തമാരുള്ള കുടുംബത്തെ താറടിക്കാതെ പിന്നെ തലയിൽ വച്ചുകൊണ്ട് നടക്കണോ? അങ്ങേരുണ്ടാക്കിയ മോളെ കൂടെ കിടക്കാൻ വിളിച്ചു കഴിയുമ്പം അയ്യോ എൻ്റെ ഉപ്പ പാവാന്നും പറഞ്ഞിട്ട് സ്നേഹിച്ചുകൊണ്ട് നടക്കാം. എൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരും, ഒരു ആണിൻ്റെ പ്രസൻസ് അറിയാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കൂടെ കിടക്കാൻ വിളിച്ച തന്തയെ പൂവിട്ടങ്ങ് പൂജിക്കാം. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ചെയ്താൽ മതിയോ? അതോ വല്ല അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ തുടങ്ങി അവിടെ പ്രതിഷ്ഠയ്ക്ക് കൂടി ഇരുത്തണോ? വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ പ്രമുഖർ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പ്രമുഖരിൽ എത്ര പേർക്ക് പെണ്ണ് കേസില്ലാത്ത ആൾക്കാരുണ്ട്? പുറത്തറിഞ്ഞതും പുറത്തറിയാത്തതുമായ പെണ്ണ് കേസില്ലാത്ത എത്ര ആൾക്കാരുണ്ടാവും? അവരൊക്കെ വിളിച്ചതിലൂടെ താൻ സമൂഹത്തിന് എന്ത് നല്ല സന്ദേശമാണ് നൽകിയത്? പറ, ഉത്തരം വല്ലതുണ്ടോ? ഇല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ മതം തലയ്ക്ക് പിടിച്ച കുറേ അലവലാദികൾ അയാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻ്റ് ഇട്ട് കാണും. അതാണ് അങ്ങേർക്ക് ഇപ്പം ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വരേണ്ടി വന്നത്. ഓൺ ദ സ്പോട്ടിൽ ഒരു നാണവും മാനവും ഇല്ലാത്ത ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് അങ്ങ് ഇറങ്ങി. അത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കാരണം അത് കിട്ടേണ്ട ആൾക്കാരുടെ കയ്യിൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി എയറിൽ നിന്ന് ശൂന്യാകാശത്തോട്ടോ ഇനി അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൂടെ പോയിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് വീട്ടിൽ കയറാം. എങ്ങനെ ഇരിക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ റസ്മിൻ.
ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു. വേറെ ഒന്നുമല്ല, ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ, എന്റെ സീസണിലുണ്ടായിരുന്ന നോറ, അതുപോലെ ഈ സീസൺ 7 ആദില നൂറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽക്കാട് ഹൗസ് വാമിങ്ങിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷൻ ഒക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ട ഒരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയും. എന്നെ അല്ല, എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്ക് ഭയങ്കര സങ്കടം. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല, അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ്, അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണം, മരിക്കണം. വീട്ടുകാർ കൊല്ലുന്നു പറഞ്ഞു. സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നത് അനുസരിച്ച് താല്പര്യമില്ലാതെ കല്യാണം കഴിച്ച് എങ്ങോട്ട് രണ്ടുപേരുടെയും ജീവിതം തൊലച്ച് നടക്കണം. എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട്. ഫൈസൽക്കാരുടെ അടുത്ത് നിന്നും ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇനി എനിക്ക് നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ഒരാളും അല്ല. പക്ഷെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതാണ്, മനുഷ്യരായിട്ട് കണ്ടാൽ മതി. അവരുടെ ജെൻഡർ വെച്ചോ മതം വെച്ചോ അല്ലെങ്കിൽ സ്വഭാവം വെച്ചോ വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നല്ല നടക്കാൻ പോകുന്നത്. പിന്നെ ഇങ്ങനൊരു പോസ്റ്റുമായിട്ട് ഇദ്ദേഹം വരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന ഇവരുടെ വീഡിയോസ് ഉണ്ട്, ആദില നൂറയും അവിടെ പോയതിൻ്റെ വീഡിയോസ്. അതിൻ്റെ താഴെ വരുന്ന ചില കമൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഇവരുടെ ജ്വല്ലറിയിലോട്ട് ഇനി പോകത്തില്ല, ഇനി ഇവിടെ സഹകരിക്കത്തില്ല, ഇത്രയും നാൾ ഇവരുമായിട്ടാണ് സഹകരിച്ചുകൊണ്ടിരുന്നത്, ഇനി ജ്വല്ലറിയിൽ പോയി ഗോൾഡ് എടുക്കത്തില്ല. അങ്ങനെ ചെറിയ കമൻസ് വന്ന് ഇങ്ങേർക്ക് മനസ്സിലായി ബിസിനസ്സിന് പണി കിട്ടി. അതോടെ ഇങ്ങേര് പ്ലേറ്റ് തിരിച്ച് ഇങ്ങനൊരു പോസ്റ്റുമായിട്ട് വന്നു. ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം ബിസിനസ്സിനെ ബാധിക്കുമല്ലോ. ബിസിനസ്സിനെ ബാധിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഇമ്മാതിരി വൃത്തികെട്ട കളി ഇദ്ദേഹം കളിച്ചത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കോർഡിനേറ്റേഴ്സാണ് ഈ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തിയത്. ഓക്കെ, നിങ്ങൾക്കറിവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കോർഡിനേഴ്സിൻ്റെ അടുത്ത് വഴിയെ പോകുന്ന ഏത് അലവലാദികളെയും നിങ്ങൾ വിളിച്ച് അകത്ത് കയറ്റിക്കോ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ പെർമിഷൻ കൊടുക്കുന്നത്? നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വഴിയെ പോകുന്ന എല്ലാ അലവലാദികളും ഇവന്മാർ വിളിച്ച് അകത്ത് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പാടാണ്. മനസ്സിലായോ? ഇവരെ വിളിച്ചു വരുത്തിയത് എൻ്റെ അറിവോടെയല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാടാണ്. കേട്ടോ? ശരി എന്നാൽ.